അമേരിക്ക ഇറാനിൽ ആക്രമണം ആരംഭിച്ചു എന്നാണ് പുതിയ ന്യൂസ്. ഒരു സമൂഹം ഒന്നിച്ചു ഒരു ശാക്തിക സമൂഹം ഒന്നിച്ചു ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ ആ രാജ്യം തകരുക എന്നത് സ്വാഭാവിക. ആ രാജ്യം തകരൽ സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ ഇറാന്റെ തകർച്ച നോക്കി നിൽക്കുന്ന അറബ് സമൂഹത്തിന് വലിയ ദുരന്തം നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങൾ എഴുതിക്കൊള്ളി. ഇറാന്റെ തകർച്ചയല്ല പ്രശ്നം. ഇറാൻ തകർന്നതോടുകൂടെ അറബ് ലോകത്ത് ഇസ്ലാം എന്ന സാധനം ഉണ്ടാവില്ല. ഇത് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. ഇന്നെന്താ ഡേറ്റ്? 2025 ജൂൺ 22 രാവിലെ 8 മണിക്ക് റഹ്മത്തുള്ള പറഞ്ഞിരിക്കുന്നു. ഇത് ആദ്യം അറബ് സമൂഹത്തിലെ ഇസ്ലാം എടുത്തു. ഇറാൻ നശിക്കുന്നതോടുകൂടെ അറബ് രാജ്യത്തെ ഇസ്ലാം നഷ്ടപ്പെട്ടു. നിലവിൽ തന്നെ ഉന്നതമായ അറബ് സമൂഹങ്ങളിൽ സൗദിയിൽ മാത്രം 17% നിരീശ്വരവാദികളാണ്. അറബി നിരീശ്വരവാദികൾ 17% നിരീശ്വരവാദികളാണ് സൗദി അറേബ്യയിലുള്ളത്. നിലവിലെ കണക്ക് പറഞ്ഞു. നിലവിൽ ഏതൊരു ഹജ്ജാണോ അള്ളാഹുവിനെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് ചൊല്ലാനാണോ നീ ഒരു നാട്ടിൽ പോകുന്നത്, ആ നാട്ടിൽ നിലവിൽ 17% നിരീശ്വരവാദികൾ. അവിടെയാണല്ലോ സത്യത്തിൽ എല്ലാത്തിൻ്റെയും അച്യുതണ്ട് എന്ന് പറയുന്നത്. അവിടെ നിലവിൽ 17%. നിങ്ങൾ എഴുതിയച്ചോ, ഈ യുദ്ധത്തിൽ അറബികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ചോളൂ. അതെങ്ങനെയാണ് നിങ്ങൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് നടന്നിരിക്കും. അറബ് സമൂഹത്തിൽ നിന്ന് ഇസ്ലാം എടുത്തു പോകലാണ് ഇനി അടുത്ത് നടക്കാനുള്ളത്. അതിന് ഏറ്റവും വലിയ വാതിൽ ഇറാൻ തകരലായിരിക്കും. അത് പറയാൻ നിങ്ങളാരാണ്? എൻ്റെ പേര് റഹ്മത്തുള്ള. നിങ്ങൾക്ക് എന്നെ അറിയാലോ, 25 കൊല്ലമായിട്ട് ഞാൻ വലിയ ഔലിയപ്പാപ്പയൊന്നുമില്ല. പക്ഷെ പറഞ്ഞു നടന്നിട്ടുണ്ട് റബ്ബിന് സഹായത്താൽ. ഇത് നടന്നിരിക്കും. ഇറാന്റെ നിലവിലുള്ള തകർച്ചയെ തടഞ്ഞു നിർത്തിയാലോ കുറച്ചും കൂടെ മുന്നോട്ട് പോകും, അല്പം കൂടെ മുന്നോട്ട് പോകും. ഇറാൻ തകരുന്നത് സൗദി അടക്കമുള്ള രാജ്യങ്ങളിലെ ഇസ്ലാമിനെ നഷ്ടപ്പെടുത്തും. ഇസ്ലാമ ശേഷം പിന്നെ ആ രാജ്യത്തുണ്ടാവും. വൻ കുതിരശക്തിയിൽ നിരീശ്വരവാദത്തിലേക്ക് കുതിക്കലായിരിക്കും പിന്നെ അറബ് യുവാക്കളിൽ നിന്ന് ഉണ്ടാവുക. ഭരണാധികാരികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എഴുതിച്ചോളി. അല്ലെങ്കിൽ